ബൈബിളില് ഈ ഷാവുലും ഇത് ശൂരനടുത്ത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് ഒരു വചനം കാണുന്നു. അതിനെക്കുറിച്ച് വ്യക്തമായൊരു രൂപം തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജ്യേഷ്ഠ സുഹൃത്തിന്റെ ചോദ്യം ബൈബിളിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നൊരു വചനം കാണുന്നു, അതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ്. ശരിക്കും ബൈബിൾ പണ്ഡിതന്മാരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന വചനം എവിടെ നിന്നാണ് സഹോദരൻ കണ്ടത് എന്നെനിക്ക് മനസ്സിലായിട്ടില്ല. ഏതായിരുന്നാലും സുഹൃത്ത് ബഹുമാന്യനായ സഹോദരൻ അദ്ദേഹത്തിന്റെ ചോദ്യം അതിന്റെ സ്രോതസ് ക്രൈസ്തവ സഹോദരന്മാരുടെ പ്രഭാഷണങ്ങളിലും പ്രബോധനങ്ങളിലുമെല്ലാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലെന്നും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ കർത്താവ് എന്നും പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെയും സ്തുതി എന്നുമെല്ലാമുള്ള പ്രയോഗങ്ങൾ കാണുന്നത് കൊണ്ട് തന്നെ അത് എന്താണ് എന്നായിരിക്കും ചോദ്യത്തിന്റെ കാതൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്രൈസ്തവ ദൈവസങ്കല്പ പ്രകാരം ഏകനാണ് ദൈവം. പക്ഷേ 3 വ്യക്തിത്വങ്ങൾ ഏകദൈവത്തിലുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് തുടങ്ങിയ 3 വ്യക്തിത്വങ്ങൾ ഒരേപോലെ സമ്മേളിച്ച ഏകദൈവം എന്ന ആശയമാണ് ക്രൈസ്തവ സഭ മുന്നോട്ട് വെക്കുന്നത്. ക്രൈസ്തവ സഭ ഏകദൈവമാണ്, പക്ഷേ 3 വ്യക്തികളുണ്ട്. ഇതിന്റെ ലോജിക്ക് എന്താണ് എന്ന് അവർക്കോ നമുക്കോ ലോകത്തിൽ ആർക്കുമോ മനസ്സിലായിട്ടില്ല. പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. എന്നാൽ 3 ദൈവമുണ്ടോ? 3 ദൈവമില്ല. ഏകദൈവമല്ലേ? ഏകദൈവമാണ്. എന്നാൽ 3 പേരില്ലേ? 3 പേരുണ്ട്. പിതാവ് പുത്രനാണോ? അല്ല. പുത്രൻ പരിശുദ്ധാത്മാവാണോ? അല്ല. പിതാവ് പരിശുദ്ധാത്മാവാണോ? അതുമല്ല. എന്നാൽ 3 പേരുണ്ടോ? ഇല്ല, ഒരാളേ ഉള്ളൂ. ഇതാണ് ക്രൈസ്തവ ദൈവസങ്കല്പം. ഈ ദൈവസങ്കല്പത്തെ ന്യായീകരിക്കുവാൻ വേണ്ടി അവർ ബൈബിളിൽ നിന്ന് പലതും എടുത്തുദ്ധരിക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ബൈബിളിൽ ഇന്ന് നിലവിലുള്ള പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളിലോ പുതിയ നിയമത്തിലെ പുസ്തകങ്ങളിലോ ഒന്നും തന്നെ ഒരു തവണ പോലും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് കൂടിച്ചേർന്നതാണ് ഏകദൈവമെന്ന ആശയം കാണുവാൻ സാധ്യമല്ല. അതൊരു പുതിയ ആശയമാണ്. യേശുക്രിസ്തു പഠിപ്പിച്ച ആശയം ഇവിടെ സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. എന്തായിരുന്നു യേശു പഠിപ്പിച്ചത്? പിതാവായ ദൈവം, സർവശക്തനായ ദൈവം. പിതാവ് എന്ന പദപ്രയോഗത്തെ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. പിതാവ് എന്ന പദപ്രയോഗം ഒരു വിലക്ഷണമായ ഹീബ്രു പദപ്രയോഗത്തിൽ നിന്ന് കടന്നു വന്നതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം യേശു പിതാവ് എന്ന് വിളിച്ചത് ഏത് രൂപത്തിലായിരുന്നു എന്ന് നമുക്കിന്ന് മനസ്സിലാക്കാൻ നിർവാഹമില്ല. കാരണം അദ്ദേഹം വിളിച്ച ഭാഷയിൽ നിന്ന് ബൈബിളിലെ വചനങ്ങളൊന്നും തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അദ്ദേഹം സംസാരിച്ചത് അരാമിക് ഭാഷയിലായിരുന്നു, അരമായ ഭാഷയിലായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് നമുക്കറിയില്ല. ഗ്രീക്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ള ബൈബിൾ പുതിയ നിയമത്തിലെ പുസ്തകങ്ങളെല്ലാം തന്നെയുള്ളത്. അതിൽ ഒറിജിനൽ ഗ്രീക്കിൽ ഉള്ളതാണ് യേശുവിന്റെ പദങ്ങൾ ഗ്രീക്ക് ഭാഷയിലാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യേശു എന്താ വിളിച്ചതെന്ന് അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാട്, യേശു പറഞ്ഞൊരു വചനമുണ്ട്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ 9-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും, നിങ്ങൾ ഭൂമിയിലെ ഒരാളെയും പിതാവ് എന്ന് വിളിക്കരുത്, കാരണം സ്വർഗസ്ഥനായ ഒരു പിതാവേ നമുക്കുള്ളൂ. അപ്പോൾ ഉറപ്പാണ് നമ്മൾ വിളിക്കുന്ന അർത്ഥത്തിലുള്ള ഒരു പിതാവ് എന്നുള്ള വിളിയല്ല യേശുക്രിസ്തു വിളിച്ചതെന്ന് ഉറപ്പാ. കാരണം ഭൂമിയിൽ ഒരാളെയും അച്ഛൻ വിളിക്കരുതെന്ന് പറഞ്ഞാൽ നടക്കാൻ പോണ കാര്യമില്ല എന്ന് നമുക്കറിയാം. യേശുക്രിസ്തു പഠിപ്പിച്ചത് ഈ പിതാവ് എന്ന പദം തീർച്ചയായും യേശു മറ്റെന്തോ സാങ്കേതിക ശബ്ദമായിരിക്കണം ഉപയോഗിച്ചത്. ആ പദം വിലക്ഷണമായി ട്രാൻസ്ലേറ്റ് ചെയ്തത് കൊണ്ട് ഉണ്ടായ ഒരു അപകടം മാത്രമാണ് പിതാവ് എന്ന പദപ്രയോഗം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായിരുന്നാലും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന സങ്കല്പം, ഇവർ 3 പേരും കൂടിച്ചേർന്നാണ് ഏകദൈവം എന്ന സങ്കല്പം. ഇതിന് ബൈബിളിലെ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ എന്തെങ്കിലും ഒരു തെളിവ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബുദ്ധി ഉപയോഗിച്ചാലും ഈ സങ്കല്പം തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്ന് മനസ്സിലാകും. അതോടൊപ്പം തന്നെ ബൈബിളിലെ പുസ്തകങ്ങൾ എടുത്ത് പരിശോധിച്ചാലും കാണാൻ കഴിയും. കാരണം യേശുക്രിസ്തു പഠിപ്പിച്ചത് യേശുവിൽ നിന്ന് ഭിന്നനായ ഒരു ദൈവത്തെക്കുറിച്ചാണ്. പല തവണ യേശു ഇത് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ബൈബിളിൽ വായിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. ഉദാഹരണത്തിന് യേശുക്രിസ്തു പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനത്തിൽ യേശു പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നതാകുന്നു നിത്യജീവൻ എന്നാണ്. ഏക സത്യദൈവം നീ അയച്ചിരിക്കുന്നവൻ യേശുക്രിസ്തു എന്നാണ്.
നീ അയച്ചിരിക്കുന്നവൻ, ഇസ്ലാമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, അറബിയിൽ പറഞ്ഞാൽ റസൂൽ, അയക്കപ്പെട്ടവൻ, നീ അയച്ചിരിക്കുന്നവനാണ് യേശുക്രിസ്തു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നാണ് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുന്നത്. ഏക സത്യദൈവം നീ അയച്ചിരിക്കുന്നവൻ. അപ്പൊ ഏകനായ സത്യദൈവം നീയാണ്. ഇനി വീണ്ടും യേശുക്രിസ്തു വീണ്ടും പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലെ 17-ാമത്തെ വചനത്തിൽ അദ്ദേഹം പഠിപ്പിക്കുകയാണ്, എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കലേക്ക് ഞാൻ കയറി പോകുന്നു. അപ്പൊ ഞാൻ വേറെ, ദൈവം വേറെ. എന്റെ ദൈവം ആരാണോ അത് നിങ്ങളുടെയും ദൈവമാണ്, എന്റെ പിതാവ് ആരാണോ അത് നിങ്ങളുടെയും പിതാവാണ് എന്നാണ് യേശു പഠിപ്പിക്കുന്നത്. യേശുവിൽ നിന്ന് ഭിന്നമായ അത്യുന്നതനായ പടച്ച തമ്പുരാനെ കുറിച്ചാണ് യേശു ക്രിസ്തുവിന്റെ വചനങ്ങളിൽ മുഴുവനും, ബൈബിളിൽ രേഖപ്പെടുത്ത വചനങ്ങളിൽ പോലും കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ പിൽക്കാലഘട്ടത്തിൽ ഉണ്ടായി വന്ന സഭയുടെ ഒരു വിശ്വാസം മാത്രമാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് കൂടിച്ചേർന്ന ഏകദൈവം എന്ന വിശ്വാസം. ഇത് യേശുവോ പ്രവാചകന്മാരോ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. യേശുവിന്റെ അപ്പോസ്തലന്മാർക്ക് തീരെ പരിചയമില്ല. യേശുവിന് ശേഷം 300 കൊല്ലങ്ങൾക്ക് ശേഷം മാത്രമാണ് ഇത്തരം ഒരാശയം റോമ മതത്തിൽ നിന്ന് ക്രൈസ്തവ ദർശനത്തിലേക്ക് കുടിയേറിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാണ് അഭിഷേകമായി വളരെ സംക്ഷിപ്തമായി സൂചിപ്പിക്കാനുള്ളത്.